2DG. 2DG എന്ന് പറയുന്ന ഒരു COVID-19 ഡ്രഗിനെ കുറിച്ചാണ് DRDO എന്ന സർക്കാർ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത 2DG എന്ന് പറയുന്ന ഒരു ഡ്രഗിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 2DGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് 2-deoxy D-ഗ്ലൂക്കോസ്, അതായത് 2-deoxy D-ഗ്ലൂക്കോസ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേരായതുകൊണ്ട് ഗ്ലൂക്കോസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, എല്ലാവരും കേട്ടിരിക്കുന്ന പേരാണ് ഗ്ലൂക്കോസ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് 2DGയുടെ ഈ DRDOയുടെ പറ്റി നമുക്ക് കുറച്ച് നോക്കാം. 2DG എന്നുള്ളത് DRDO വികസിപ്പിച്ചെടുത്ത ഒരു മരുന്നാണ്. DRDO എന്ന് പറയുന്നത് ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഈ DRDO എന്ന് പറയുന്നത്. 1958 എസ്റ്റാബ്ലിഷ്ഡ് ആണ് DRDO. 1961 അതിൻ്റെ താഴെ എസ്റ്റാബ്ലിഷ്ഡായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻമാസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. DRDO എന്ന് പറയുമ്പോൾ ഏകദേശം 5000-ഓളം സയൻറ്റിസ്റ്റുകളില്ല, 52 ലാബ്സുകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ്റെ കീഴിൽ ഒട്ടനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻമാസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസസ്. അതിൻ്റെ പേര് തന്നെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് ന്യൂക്ലിയർ മെഡിസിൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസസ്, ഇൻമാസ്. 1961 ഉണ്ടാക്കിയ, ഇതിനു മുമ്പ് ഒരു റേഡിയേഷൻ സെൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, അതാണ് വികസിപ്പിച്ചെടുത്ത് 1961 ഇൻമാസ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിയത്. പ്രധാനമായിട്ടും ഈ ആണവ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ന്യൂക്ലിയർ റിയാക്ടർ ബ്രേക്ക് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർ ഉണ്ടാകുമ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന എന്നൊക്കെയുള്ള ഗവേഷണം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഇൻമാസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ പേര് തന്നെ കാണാം, ന്യൂക്ലിയർ മെഡിസിനിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ? ന്യൂക്ലിയർ മെഡിസിൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പെറ്റ് സ്കാനൊക്കെ ചെയ്യാറില്ലേ, നമുക്ക് ന്യൂക്ലിയർ മെഡിസിനെ പറ്റി നോക്കാം. പെറ്റ് സ്കാൻ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്കാനുകൾ നമ്മൾ ചെയ്യാറില്ലേ. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ CT സ്കാൻ ചെയ്യാറുണ്ട്. CT സ്കാൻ ചെയ്യുമ്പോഴുള്ള ബോഡിയുടെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അനാട്ടമി ആയിരിക്കും നമ്മൾ കാണാം. CT സ്കാൻ, എക്സ്റേ ആണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ പെറ്റ് സ്കാനിൽ നമ്മൾ അതിൻ്റെ ഫിസിയോളജി അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ ലെവലിൽ എന്ത് നടക്കും എന്ന് നമ്മൾ കാണാറുണ്ട്. അതായത് ഉള്ളിൽ CT സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ എന്നെല്ലാം പറയുന്നത് പ്രധാനമായിട്ടും പുറത്തുനിന്ന് കാണുമ്പോഴുള്ള അതായത് പുറത്തുനിന്നാണ് ഇത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ വികിരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. എക്സ്റേകൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട്. എന്നാൽ പെറ്റ് സ്കാനിൽ എന്താണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇമേജിങ് ആണ് നമ്മൾ കാണുന്നത്. സാധാരണ ഈ പെറ്റ് സ്കാൻ ഇങ്ങനെയൊരു മെഷീനായിരിക്കും. ഈ ആളുകൾ അതിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ നമ്മുടെ ബോഡിയുടെ സ്കാനിങ് കഴിഞ്ഞിട്ട് പുറത്ത് വരും. അങ്ങനെയാണ്. ഇതിന് മുമ്പ് എന്താണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ സബ്സ്റ്റൻസസ്, അതായത് ന്യൂക്ലിയർ വസ്തുക്കൾ മെഡിസിൻ എന്ന ശാഖയിൽ ഉപയോഗിക്കുമ്പോഴാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇതൊരു എൻഡോ റേഡിയോളജി എന്നും പറയാറുണ്ട്. സാധാരണ ഇത് ഈ നേരത്തെ പറഞ്ഞ മാതിരി CT സ്കാനൊക്കെ പുറത്തുനിന്നാണ് എക്സ്റേ വരുന്നത്. അത് ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പിക്ചർ എടുത്തിട്ടാണ്, ഒരു ഫോട്ടോഗ്രാഫിൽ പിക്ചർ എടുത്തിട്ടാണ് നമ്മൾ CT സ്കാൻ എല്ലാം അറിയുന്നത്. അല്ലെങ്കിൽ എക്സ്റേ ആവട്ടെ അല്ലേ, എക്സ്റേയുടെ സാധാരണ എക്സ്റേ എടുക്കുക എന്ന് പറയുമ്പോൾ എക്സ്റേ ശരീരത്തിൻ്റെ ബോഡിൻ്റെ ഉള്ളിൽ കടന്നുപോയി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ട് അതിൻ്റെ അകത്ത് എക്സ്റേ ഫിലിം ഇവിടെ വരുമ്പോഴാണ് നമ്മൾ എക്സ്റേയുടെ പിക്ചർ മനസ്സിലാക്കി, ബോഡിയുടെ പിക്ചർ മനസ്സിലാക്കുന്നത്. അൾട്രാസൗണ്ടും എല്ലാം അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പെറ്റ് സ്കാനിൽ എന്താണ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ രോഗിയെ വെയിനിലൂടെ ഇത് കടത്തിവിടും. ഒരു റേഡിയോ ട്രേസർ കടത്തിവിടും. റേഡിയോ
ട്രേസ്. അതായത് ട്രേസർ ബുള്ളറ്റ്സ് ഒക്കെ ഇല്ലേ, അതായത് സാധാരണ ബുള്ളറ്റിൻ്റെ കൂടെ വെടിമറ്റ് കൊണ്ട് ചേർക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ബുള്ളറ്റ് പോകുന്നത് ക്ലിയർ ആയിട്ട് രാത്രിയായാലും കാണാൻ പറ്റും. അതാണ് ഈ ട്രേസർ ബുള്ളറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതുമാതിരി തന്നെ എവിടെയാണ് ഈ ഈ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഈ ശരീരത്തിലേക്ക് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു റേഡിയോ ട്രേസർ ആണ് ഈ വെയിനിലേക്ക് കടത്തിവിടുന്നത്. ഈ റേഡിയോ ട്രേസർ എന്ന് പറയുന്നത് സാധാരണ പലപ്പോഴും ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയിരിക്കും. വളരെ ചെറിയ തോതിൽ റേഡിയോ ആക്ടിവിറ്റി കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും അത്. രോഗിയുടെ ശരീരത്തിലേക്ക് ഈ റേഡിയോ ട്രേസർ കടത്തിവിടും. ഈ ലിക്വിഡ് രൂപത്തിലേക്കും പലപ്പോഴും കടത്തിവിടുക. എന്നിട്ട് പറയും ഒരു മണിക്കൂർ കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കഴിയട്ടെ, നമുക്ക് ഈ ശരീരത്തിനുള്ളിൽ എല്ലായിടത്തും ഈ റേഡിയോ ട്രേസർ പോകട്ടെ. അതിന് പോയതിന് ശേഷം നമ്മൾ ഒരു പെറ്റ് സ്കാനിൻ്റെ ഒരു മെഷീനിലേക്ക് കയറ്റും. എവിടെയൊക്കെ ഡീകേ നടക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ് ആ വികരണങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ആ റേസ് വരുന്നത്. ബേസിക്കലി പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫിയാണല്ലോ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് പോസിട്രോൺ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പോൾ അതിനനുസരിച്ച് എവിടെ നിന്നൊക്കെയാണ് പോസിട്രോൺ വരുന്നത് എന്നുള്ള കാര്യം അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് കയ്യിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് ബോഡിയുടെ ഇവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ബോഡിയുടെ ഇവിടെ നിന്നാണ് വരുന്നത്. അതിനനുസരിച്ച് അവിടെയൊക്കെ ഈ റേഡിയോ ട്രേസർ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. ലങ്സിൽ കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ലങ്സിൽ കൂടുതലായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിനനുസരിച്ച് ക്യാൻസറിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കാറ്. ഓരോ ടൈപ്പ് ക്യാൻസറിനും ഓരോ ടൈപ്പ് റേഡിയോ ട്രേസർ ഉപയോഗിക്കാറുണ്ട്. ഗാലിയം ബേസ്ഡ് ആയിട്ടുള്ള റേഡിയോ ട്രേസേഴ്സ് ഉണ്ട്, ഗ്ലൂക്കോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയോ ട്രേസേഴ്സ് ഉണ്ട്. അപ്പോൾ ക്യാൻസറിനും അല്ലെങ്കിൽ ബോൺ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്യാൻസർ ആണെങ്കിൽ സാധാരണ FDG എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ ഈ FDG എന്നുള്ള ഒരു റേഡിയോ ട്രേസറായിരിക്കും ഉപയോഗിക്കുക. FDG എന്നുള്ളത് അപ്പം ഒരു ഗ്ലൂക്കോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയോ ട്രേസറാണ്. അത് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയും, ഇത് കണ്ടില്ലേ, ഇത് തെറാപ്പി നടക്കുന്നതിന് മുമ്പ്, അതായത് ക്യാൻസർ രോഗിക്ക് റേഡിയേഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയൊക്കെ നടക്കുന്നതിന് മുമ്പ് ഈ പിക്ചറിൽ കണ്ടില്ലേ, ഇത് ബ്ലാഡറിലേക്ക് അത് പോയിട്ടുണ്ട്, ആ റേഡിയോ ട്രേസർ പോയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയും പോയിട്ടുണ്ട്, ഇവിടെയും പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഡിയോ ട്രേസർ ഓരോന്നിനും ഓരോന്നായതുകൊണ്ട് ഗ്ലൂക്കോസിന് എന്താണ് പ്രത്യേകത, എന്താണ് ഈ ഗ്ലൂക്കോസ്? അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എനർജി തരുന്ന ഒരു സബ്സ്റ്റൻസാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് പക്ഷേ ക്യാൻസർ സെൽസിന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസിന് ഊർജ്ജം വളരെ ആവശ്യമുണ്ട്. ആ സെൽസ് പറയും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, എനിക്കിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇലക്ട്രിസിറ്റി വേണ്ടതുപോലെ, അല്ലെങ്കിൽ വലിയൊരു മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ പ്ലാന്റ് നടക്കുമ്പോൾ കുറേ എനർജി എടുക്കുന്ന മാതിരി, കുറേ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എടുക്കുന്ന മാതിരി ക്യാൻസർ സെൽസിനും വളരെയധികം ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഗ്ലൂക്കോസാണ് അതിന് എനർജി കൊടുക്കുന്ന ഗ്ലൂക്കോസ് ഉള്ളതാണ്. ക്യാൻസർ സെല്ലുകൾ ഗ്ലൂക്കോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയോ ട്രേസർ ബോഡിയിലേക്ക് വരുമ്പോൾ തന്നെ അതിനെ ആർത്തിയോടെ എടുക്കും. എന്നിട്ട് ആർത്തിയോടെ എടുത്ത് അതിന് മേലെ വർക്ക് ചെയ്യാം, അത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ക്യാൻസർ സെല്ലിൽ എവിടെയൊക്കെയാണ് അബ്സോർബ് ചെയ്യുക, ഈ റേഡിയോ ട്രേസിനെ അബ്സോർബ് ചെയ്തിട്ടുള്ളത് അവിടെ ഈസോഫാഗസിൽ ക്യാൻസറുള്ള ഒരാളുടെ ചിത്രമാണിത്. ക്യാൻസറുള്ളത് കാരണം ക്യാൻസർ ആ റേഡിയോ ട്രേസിനെ ഭയങ്കരമായിട്ട് എടുത്ത്, FDG എന്ന് പറയുന്ന ഈ റേഡിയോ ട്രേസിനെ ഭയങ്കരമായിട്ട് എടുത്ത് അതിന് അപ്പോൾ ഈ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെയുള്ള വികിരണങ്ങളായിരിക്കും ഭയങ്കരമായിട്ട് കൂടുതലുള്ള. ഈ രോഗി എന്ന് പറയുന്നത് ലങ്സിൽ ക്യാൻസറുള്ള ആളാണ്. കാരണം അവിടെയാണ് കൂടുതലായിട്ട് ആ റേഡിയോ ട്രേസർ, ആ FDG എന്നുള്ള റേഡിയോ ട്രേസർ പോയിട്ട് ഗ്ലൂക്കോസ് ബേസ്ഡ് ആയിട്ടുള്ള റേഡിയോ ട്രേസർ പോയിട്ട് അവിടുന്ന് അപ്പോൾ ഇതിൻ്റെ ഡിറ്റക്ടേഴ്സ് വെച്ച് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പെറ്റ് സ്കാനിലൊക്കെ വളരെ ഉപയോഗിക്കുന്ന, പെറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ മെഡിസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ക്യാൻസർ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസിനോട്, ഈ FDGനോട് വളരെയധികം ആഭിമുഖ്യമുള്ളതുകൊണ്ട് അത് കൂടുതലായിട്ട് അത് അബ്സോർബ് ചെയ്യുകയും അത് നമ്മുടെ സ്കാനിൽ നമുക്ക് കാണാനും പറ്റും. ഇതൊക്കെയാണ് ഈ ന്യൂക്ലിയർ മെഡിസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇൻമാസിലേക്ക് വരികയാണെങ്കിൽ, ഇൻമാസ് ഇപ്പം ഈ ന്യൂക്ലിയർ മെഡിസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും ഇഷ്ടം എന്ന് പറയുന്നത്, അവരുടെ പ്രധാന എയിം എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ഇമേജിങ്ങിലാണ് അവർ നോക്കുന്നത്. ബേസിക്കലി പെറ്റ് സ്കാൻ എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ഇമേജിങ് ആണല്ലോ. അതുകൂടാതെ അവിടെ വേറെ പല പ്രോഡക്ട്സും ഉണ്ട്. ശോധിക എന്നൊക്കെ പറഞ്ഞിട്ട്, ശോധിക എന്നുള്ളത് ഒരു വൈപ്പാണ്. ന്യൂക്ലിയർ ആക്സിഡൻറ്റോ മറ്റോ നടക്കുകയാണെങ്കിൽ അവിടെ ന്യൂക്ലിയർ വികിരണങ്ങൾ വളരെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള ലോക്കൽ പോപ്പുലേഷനെ രക്ഷിക്കാനായിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു വൈപ്പാണ്, ദേഹത്ത് തേക്കാൻ പറ്റുന്ന ഒരു വൈപ്പാണ് ശോധിക എന്ന് പറയുന്നത്. അത് തേക്കുകയാണെങ്കിൽ അവിടുത്തെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസൊക്കെ ദേഹത്ത് വീണ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസൊക്കെ പോകും, വൃത്തിയാകും.
എന്നാണ് ഈ ഇൻമാസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻമാസ്. മെയിൻ ടോപ്പിക്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ 2DG. നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് FDG ആണ്. എന്താണ് FDG, എന്താണ് ഈ 2DG, എന്താണ് ഈ DG എന്നൊക്കെ പറയുന്നത്? FDG എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് 2-deoxy-2-FD ഗ്ലൂക്കോസ്. വളരെ ബുദ്ധിമുട്ടുള്ള പേരാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ FDGയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലൂക്കോസ് എന്താണെന്ന് നോക്കാം. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡി ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് 2DGൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് 2-deoxy-D ഗ്ലൂക്കോസ്. 2-deoxy-D ഗ്ലൂക്കോസ്. എന്താണ് ഈ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്? ഡി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്നൊക്കെ പറയുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ഷുഗർ മോളിക്യൂളാണ്. മോണോസാക്കറൈഡ് എന്നൊക്കെ പറയും. എന്തായാലും ബേസിക്കലി ഷുഗർ മോളിക്യൂളാണ്. ഷുഗറിൻ്റെ ഏറ്റവും ചെറിയ മോളിക്യൂളാണ് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് നമ്മൾക്ക് തരുന്നത് എനർജിയാണ്, നമ്മുടെ ശരീരത്തിലേക്ക് എനർജി തരും. അപ്പോൾ അത് തന്നെ ഈ എന്താണ് എനർജി തരുന്ന വേറെയും മോളിക്യൂൾസ് ഉണ്ട്. അതായത് ഫാറ്റ് മോളിക്യൂൾസ് തരാറുണ്ട്, കൊഴുപ്പിൻ്റെ മോളിക്യൂൾസ് തരാറുണ്ട്, പ്രോട്ടീൻ്റെ മോളിക്യൂൾസൊക്കെ എനർജി തരാറുണ്ട്. കുഴഞ്ഞ് വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടക്കാരൊക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, അയാൾക്ക് ഗ്ലൂക്കോസിൻ്റെ ഒരു ലൈന് കൊടുക്കൂ, കുറച്ച് ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ട് കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ വായിലേക്ക് നേരിട്ട് ഗ്ലൂക്കോസ് എടുത്ത് കൊടുക്കൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ബേസിക്കലി അതിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന എനർജിയാണ്. ഈ എനർജി ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിൻ്റെ പേരുണ്ട് ഗ്ലൈക്കോളിസിസ് എന്ന് പറയും. ഈ ഗ്ലൂക്കോസ് എനർജി ഉണ്ടാക്കി തരുന്ന ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഗ്ലൈക്കോളിസിസ്. അതിനു മുമ്പ് എന്താണ് ഈ ഗ്ലൂക്കോസ് നോക്കാം. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡി ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എവിടെ നിന്നൊക്കെ കിട്ടും? ഗ്ലൂക്കോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കെയിൻ ഷുഗർ, കരിമ്പിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുകൂടാതെ തെങ്ങിൽ നിന്നൊക്കെ നമ്മൾ ശർക്കര ഉണ്ടാക്കാറുണ്ടല്ലോ. അതുകൂടാതെ നമ്മൾ കോൺ, അതായത് ചോളത്തിൽ നിന്നും, മെയ്സ് എന്നൊക്കെ പറയാമല്ലോ, ചോളത്തിൽ നിന്നും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഓരോന്നും ഓരോ ടൈപ്പ് ഗ്ലൂക്കോസാണ്. ഈ കോണിൽ നിന്നുണ്ടാക്കുന്ന ഗ്ലൂക്കോസിന് പേരാണ് ഡെക്സ്ട്രോസ്. ഡെക്സ്ട്രോസ് എന്ന് പറയുകയാണെങ്കിൽ ഈ എന്താണ് ഗ്ലൂക്കോസ് തന്നെയാണ്, ഗ്ലൂക്കോസിൻ്റെ സെയിം മോളിക്കുലർ ഘടനയും എല്ലാം ഉള്ള ഒരു കാര്യമാണ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ എന്താണ് ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെക്സ്ട്രിറ്റി എന്നൊക്കെ പറയുന്നത് റൈറ്റ് എന്നാണ് ഗ്രീക്കിലൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഡെക്സ്ട്രോസിൻ്റെ, അതായത് കോൺ ഷുഗറിൻ്റെ ഒരു ലൈനിലൂടെ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് കടന്നു പോവുകയാണെങ്കിൽ, പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഒരു ഭാഗത്തേക്ക് മാത്രമല്ലേ വൈബ്രേറ്റ് ചെയ്യും, ഒരു പ്ലെയിനിൽ മാത്രമല്ലേ വൈബ്രേറ്റ് ചെയ്യും. ആ പ്ലെയിനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് റൈറ്റിലേക്ക് തിരിഞ്ഞ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ കോൺ ഷുഗറിൻ്റെ ഈ ലൈനിയുടെ പേര് ഡെക്സ്ട്രോസ്, കോൺ ഷുഗറിൻ്റെ പേര് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. ഈ ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡി ഗ്ലൂക്കോസ്, അതുകൊണ്ടാണ് സാധാരണ ഗ്ലൂക്കോസിൻ്റെ കോൺ ഷുഗർ ടൈപ്പ് ഗ്ലൂക്കോസിനാണ് ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, ഡെക്സ്ട്രോസ് ഏത് ഡി ഗ്ലൂക്കോസിൻ്റെയും സ്ട്രക്ചർ, മോളിക്കുലർ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതായത് ഞാനത് ഗ്ലൂക്കോസിലേക്ക് വരാം. നമ്മൾ ഗ്ലൂക്കോസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബെൻസീൻ്റെ ഒക്കെ സ്ട്രക്ചർ കാണാനല്ലേ, അതുപോലെ തന്നെ കാർബണിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. കാർബൺ പിന്നെ വേറൊരു കാർബൺ ഇവിടെ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ, ഡി ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോസ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കാർബൺ കണ്ടില്ലേ, കാർബൺ, അങ്ങനെ 6 കാർബൺ ആറ്റങ്ങൾ. ഈ 6 കാർബൺ ആറ്റങ്ങളെയും ഘടിപ്പിക്കുന്ന കെമിക്കൽ ബോണ്ടുകളുണ്ട്. അപ്പോൾ അതിന് ഈ ഓരോ കാർബൺ ആറ്റത്തിനോട് യോജിക്കാനായിട്ട് ഒരു ഹൈഡ്രോക്സിൽ കണ്ടില്ലേ, OH ഇവിടെയുണ്ട്, ഇവിടെ OH ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോക്സിൽ ഉണ്ടാകും, ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും, ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും, ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഉണ്ടാകും, അതുകൂടാതെ ഹൈഡ്രജൻ്റെയും കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവിടെ ഒരു OH കണക്ട് ചെയ്യുന്ന, ഹൈഡ്രോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഡി ഗ്ലൂക്കോസ് ഈ മോളിക്യൂളിൻ്റെ മേലെ അത് നോക്കുവാണെങ്കിൽ C6H12O6, അതായത് 6 കാർബൺ ആറ്റങ്ങളും 12 ഹൈഡ്രജൻ ആറ്റങ്ങളും 6 ഓക്സിജൻ ആറ്റങ്ങളും കൂടിയ ഒരു ഘടനയാണ് നമ്മുടെ സാധാരണ ഗ്ലൂക്കോസ് ഷുഗറിൻ്റെ. അതിൻ്റെ അകത്ത് ഈ ഹൈഡ്രോക്സിൽ ആറ്റം ഉണ്ടല്ലോ, ഈ ഹൈഡ്രോക്സിൽ ആറ്റത്തിൻ്റെ ഒരു ഓക്സിജൻ അങ്ങ് തട്ടിയാൽ ആ ഓക്സിജൻ അങ്ങ് ഡി അഡിക്ഷൻ ചെയ്യുന്ന ഒരു ഡീഓക്സിഡൈസ് ചെയ്ത് അതായത് ഓക്സിജൻ അങ്ങ് തട്ടിയാൽ എന്ത് സംഭവിക്കും? ആ ഡി ഗ്ലൂക്കോസിൻ്റെ മേലിൽ നിന്ന് ഡീഓക്സിയായി മാറും. അപ്പോൾ ഒരു സാധാരണ ഡി ഗ്ലൂക്കോസിൻ്റെ ഓക്സിജൻ അങ്ങ് തട്ടിയാൽ ഡീഓക്സി, അത്
രണ്ടാമത്തെ പൊസിഷനിലുള്ള കാർബൺ 1, 2, 3 അങ്ങനെ പറയുന്ന കാർബൺ ആറ്റങ്ങളുടെ ഘടനയിൽ രണ്ടാമത്തെ പൊസിഷനിൽ ഈ കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ നിന്ന് മേലെ അറ്റാച്ച് ആയിട്ടുള്ള ഈ ഹൈഡ്രോക്സിലിന് ഒരു ഓക്സിജൻ തട്ടിയാൽ 2-deoxy, അതായത് 2 സെക്കൻഡ് പൊസിഷനിലുള്ള കാർബണോട് അറ്റാച്ച് ചെയ്ത ഈ ഓക്സിജൻ തട്ടിയാൽ 2-deoxy D-ഗ്ലൂക്കോസായി മാറും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് 2DG. ഇത് പലപ്പോഴും നമ്മൾ ഈ FDG എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു റേഡിയോ ട്രേസർ ഉണ്ടല്ലോ, അതിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ 2DG എടുത്ത് അല്ലെങ്കിൽ ഈ 2DG എടുത്ത് അല്ലെങ്കിൽ ഒരു സാധാരണ ഗ്ലൂക്കോസ് മോളിക്യൂൾ എടുത്ത് അതിൻ്റെ OH മുഴുവനായിട്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടത്തേക്ക് അതായത് ഒരു ഫ്ലൂറിൻ 18 എന്നുള്ള റേഡിയോ ആക്റ്റീവ് ഒരു എലിമെൻറ്റിന് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ അതൊരു 2-deoxy 2FD ഗ്ലൂക്കോസായി മാറും. ബേസിക്കലി ഒന്നുമില്ല, 2-deoxy നമ്മൾ നേരത്തെ കണ്ടാണല്ലോ, അതിൻ്റെ അകത്ത് ആ 2 എന്നുള്ള പൊസിഷന് ഫ്ലൂറിന് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ FDG എന്നുള്ള ഈ റേഡിയോ ട്രേസർ കിട്ടും. ഈ മോളിക്യൂൾ എന്താണ്? റേഡിയോ ആക്റ്റീവാണ്. അതുകൊണ്ടാണല്ലോ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ അത് അവിടെ പ്രകാശിക്കാൻ തുടങ്ങുന്നത്. അവിടെ ഒരു പെറ്റ് സ്കാൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് ഈ DG ക്യാൻസറിൻ്റെ കണക്ഷനിൽ ഉപയോഗിക്കുന്നത്? കാരണം എന്തുകൊണ്ടാണ് കോശങ്ങൾ ഈ ഗ്ലൂക്കോസിനോട് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഫ്ലൂറിൻ കണക്ട് ചെയ്തില്ല അല്ലെങ്കിൽ അതിനോട് ഓക്സിജൻ പോക്കിയിട്ടുള്ള ഈ ഗ്ലൂക്കോസ് മാതിരിയുള്ള ഈ തന്മാത്രയോട് എന്തുകൊണ്ടാണ് ഇത് വളരെയധികം ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്? അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. എന്താണ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൈക്കോളിസിസിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്ന എല്ലാ ഇതും നടക്കുന്നത്. ബേസിക്കലി നമ്മുടെ ശരീരത്തിന് എപ്പോഴും എനർജി വേണം. കോശങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിലും ഇത് എഴുതാനാണെങ്കിലും നമ്മളിത് കാണാനാണെങ്കിലും ഇതിനെ ഒരു ചിന്തിക്കാനാണെങ്കിലും എപ്പോഴും നമുക്ക് വേണ്ടത് എനർജിയാണ്. ഈ എനർജി കിട്ടുന്നത് ഗ്ലൈക്കോളിസിസിൽ നിന്നുള്ള ഒരു പ്രോസസ്സിൽ നിന്നാണ്. ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ശരീരത്തിൽ ഇതാണ് ഒരു സെൽ, കണ്ടല്ലേ? സെല്ലിൻ്റെ വാളാണ്. കോശഭിത്തി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ സെൽ വാളാണ്. സെല്ലിന് സാധാരണ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് പുറത്തുള്ള ഭാഗത്തിൻ്റെ പേരാണ് സൈറ്റോസോൾ. ബേസിക്കലി ന്യൂക്ലിയസിൻ്റെ പുറത്ത് മൈറ്റോകോൺട്രിയ എന്നുള്ള പറഞ്ഞിട്ട് വേറെ ഓരോരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓർഗാനൽസ് എന്ന് പറയും. എന്തായാലും ഇങ്ങനത്തെ മൈറ്റോകോൺട്രിയ അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദ്രവരൂപത്തിലുള്ള അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ള കോശത്തിൻ്റെ സബ്സ്റ്റൻസസ് അടങ്ങിയ പറയുന്ന പേരാണ്, ഈ കോശത്തിനുള്ള ബാക്കിയുള്ള ഈ ലിക്വിഡിന് പറയുന്ന പേരാണ് സൈറ്റോസോൾ. ഈ സൈറ്റോസോൾ എന്നുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് സാധാരണ ഗ്ലൈക്കോളിസിസ് നടക്കാറ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് വളരെ എല്ലാ സയൻറ്റിസ്റ്റിനും വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു. 1850-ലൊക്കെ 1850s ലൂയിസ് പാസ്ചറൊക്കെ നമുക്ക് റാബീസിൻ്റെ വാക്സിനൊക്കെ തന്ന ലൂയിസ് പാസ്ചറൊക്കെ കാര്യമായിട്ട് നോക്കിയ ഒരു ഇതാണിത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിലെ വൈൻ മേക്കേഴ്സ് അവരുടെ ഈസ്റ്റ് ഇടുമ്പോൾ, അതായത് ഫെർമെൻറ്റേഷൻ ചെയ്യാനായിട്ട് മുന്തിരി ചാറിലേക്ക് ഈസ്റ്റ് ഇടുമ്പോൾ അതിങ്ങനെ കൺവേർട്ടായിട്ട് വൈനായി മാറുന്നു. അപ്പോൾ വൈനായി മാറുമ്പോൾ തുടക്കത്തിൽ ഈസ്റ്റ് ഇടുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ പ്രക്രിയ നടക്കുന്നത്. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് അങ്ങ് കുറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് സ്പീഡ് കുറയുന്നു എന്നുള്ള അതിൽ എന്തെങ്കിലും എൻസൈം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചറാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിസിസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് എന്ന തന്മാത്ര വിഘടിച്ച് പൈറൂവിക് ആസിഡ് അല്ലെങ്കിൽ പൈറൂവേറ്റ് ആവുന്ന ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസിൻ്റെ ഇടക്കാണ് എനർജി ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ഗ്ലൈക്കോളിസിസ് അല്ലാതെ എനർജി ഉത്പാദിപ്പിക്കുന്ന വേറെയും ഉണ്ട്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നെല്ലാം പറയുന്ന വേറെ പ്രോസസ്സും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒരു പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. ജസ്റ്റ് ഗ്ലൂക്കോസ് തന്മാത്ര മതി. അത് സെല്ലിൻ്റെ ഉള്ളിൽ പോയിട്ട് സെല്ലിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ഈ സൈറ്റോസോളിൻ്റെ അത് സെല്ലിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ അത് ഗ്ലൈക്കോളിസിസ് നടന്നുള്ളൂ. ഈ ഗ്ലൈക്കോളിസിസ് ഇങ്ങനെ നടക്കുമ്പോഴാണ് പ്രധാനമായിട്ട് നമുക്ക് എനർജി കിട്ടുന്നത്. എനർജി കിട്ടുന്നത് ഏത് രൂപത്തിലാണ്? ATP എന്ന് പറയുന്ന യൂണിറ്റിലാണ് എനർജി കിട്ടുന്നത്. ATP എന്നുള്ള നമ്മുടെ നാട്ടിലൊക്കെ എനർജി നമ്മുടെ വൈദ്യുതി ബില്ല് വരുമ്പോൾ സാധാരണ ഇത്ര യൂണിറ്റ് എന്ന് പറയാറില്ല. അതുമാതിരിയുള്ള യൂണിറ്റാണ് ATP എന്ന് പറയുന്നത്.
ഇത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ പറഞ്ഞ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിസിസ് എന്നുള്ള പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് മാറിയിട്ട് പൈറുവേറ്റായി മാറും. പക്ഷേ ഇതിൻ്റെ എത്രയോ സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പൈറുവേറ്റിലേക്ക് മാറാൻ കഴിയുന്നത്. ഈ ഗ്ലൈക്കോളിസിസിൽ ആദ്യം G6P പോകും, പിന്നെ F6. ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് ഈ ഫസ്റ്റ് പാർട്ടിൽ പലപ്പോഴും എനർജി അബ്സോർബ് ചെയ്യുകയാണ്. രണ്ടാമത്തെ പാർട്ടിലാണ് എനർജി ഉത്പാദിപ്പിക്കപ്പെടുന്നത്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. ഈ ഗ്ലൈക്കോളിസിസിൻ്റെ സമയത്ത് ഗ്ലൈക്കോളിസിസ് എപ്പോഴും നടക്കേണ്ടത് എവിടെ നിന്നാണ്? സൈറ്റോസോൾ, അതായത് കോശത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്. പക്ഷേ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ ഈ സെല്ലുണ്ടല്ലോ, സെല്ലിൻ്റെ ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ ഈ കോശഭിത്തി മുറിച്ച് കടക്കാൻ പലപ്പോഴും ഈ ഗ്ലൂക്കോസിന് കഴിയാറില്ല. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് വന്ന് നമ്മളിപ്പോൾ തന്നെ ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാളുടെ വെയിനിലേക്ക് ഗ്ലൂക്കോസ് കുത്തി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ വായിലേക്ക് ഗ്ലൂക്കോസ് ഇടുകയാണെങ്കിൽ അത് ബ്ലഡിലേക്ക് വന്ന് ബ്ലഡിൽ നിന്ന് ഈ കോശങ്ങളിലേക്കൊക്കെ കയറണമല്ലോ. ഈ സെല്ലിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മഴ, അപ്പോൾ ഈ സെല്ല് ഗ്ലൂക്കോസ് വന്നിട്ട് ഇതിൻ്റെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കും. അപ്പോൾ പക്ഷേ ഈ പ്ലാസ്മ മെംബ്രെയിൻ അത്ര പെട്ടെന്ന് മുറിച്ച് കിടക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ മുറിച്ച് കിടക്കാനായിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ സഹായിക്കുന്ന ഒരു ബസ് മാതിരിയുള്ള തന്മാത്രകളാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ്. ബ്ലഡ് മോളിക്യൂൾ എന്ന് പറയും ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ്. അപ്പോൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ഇവിടെ വരികയും ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇവിടെ വന്നിട്ട് ഈ വാതിലങ്ങ് തുറന്നു കൊടുക്കുകയും ചെയ്യും. അതുമാതിരിയാണ് ഈ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇവിടെ വന്ന് ഈ കോശത്തിൻ്റെ ഈ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ ഈ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വാളിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇങ്ങ് വാതിൽ തുറന്നു കൊടുക്കും. ആ വാതിലിലൂടെ ഗ്ലൂക്കോസ് തന്മാത്രകൾ അകത്തേക്ക് വരികയും അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൈറ്റോസോളാണല്ലോ, നേരത്തെ പറഞ്ഞ ഈ സൈറ്റോസോളാണ്. ഈ സൈറ്റോസോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഗ്ലൈക്കോളിസിസ് നടക്കുകയും ചെയ്യും. ഈ ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കോശങ്ങൾക്കെല്ലാം നമ്മുടെ ചലിക്കാനുള്ള എനർജി എല്ലാം കിട്ടുന്നത് ഈ ഗ്ലൈക്കോളിസിസിൽ നിന്നാണ്. 2DG എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഗ്ലൂക്കോസ് തന്മാത്രയുടെ ഒരു അനലോഗാണ്. അനലോഗ് എന്ന് വെച്ചാൽ അതിനെ പോലെ തന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന മറ്റൊരു തന്മാത്രയാണ് 2DG, അതായത് 2-ഡിയോക്സി ഗ്ലൂക്കോസ് തന്മാത്രയുടെ മേലെ നിന്ന് ഓക്സിജൻ അങ്ങ് പോകുമ്പോൾ കിട്ടുന്നതാണ് ഈ 2DG എന്ന് പറയുന്ന ഈ തന്മാത്ര. കണ്ടല്ലേ, ഈ ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ അതിൻ്റെ പേര് മാറിയിട്ട് 2-ഡിയോക്സി ഗ്ലൂക്കോസ് എന്ന് മാറും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് തന്മാത്ര അനലോഗ് ആണെന്നാണ് പറയുന്നത്. അനലോഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രക്ചറിലും രൂപത്തിലും ഭാവത്തിലും സ്ട്രക്ചറിലും ഫങ്ഷനിലും കാണുമ്പോൾ ഗ്ലൂക്കോസ് മാതിരി തന്നെയുണ്ട്. ഈ കാണുമ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ജസ്റ്റ് ഒരു ഓക്സിജൻ മാറിയാലാണ് ഇത് 2DG ആയി മാറുന്നത്. അപ്പോൾ അത് കൂടാതെ ഫങ്ഷനിലും 2DG എന്ന് പറയുന്ന ഈ മോളിക്യൂൾ ഗ്ലൂക്കോസിനെ പോലെ തന്നെയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുന്ന മാതിരി ഇതിന് പകരം 2DGയുടെ മോളിക്യൂൾ, നേരത്തെ പറഞ്ഞ ആ FDG കണ്ടില്ലേ, നമ്മൾ റേഡിയോ ട്രേസർ എന്ന് പറയുന്നത്, ആ റേഡിയോ ട്രേസറിൻ്റെ മോളിക്യൂൾസും ഈ കോശത്തിൻ്റെ പുറത്തു വന്ന് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും കോശം ഈ ബ്ലഡ് മോളിക്യൂൾസ് ഉണ്ടല്ലോ, അത് ഈ ഗ്ലൂക്കോസ് പോലെ തന്നെ ഈ FDGനെ, നേരത്തെ പറഞ്ഞ FDG ഇല്ലേ, ഈ FDGന് വേണ്ടിയിട്ടും ഈ വാതിലങ്ങ് തുറന്നു കൊടുക്കും. FDG മോളിക്യൂളും മറ്റൊരു അനലോഗാണ്. FDG മോളിക്യൂൾസോ അല്ലെങ്കിൽ 2DG മോളിക്യൂൾസ് മാതിരിയുള്ള അനലോഗ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഈ കോശത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഈ വാതിലങ്ങ് തുറന്നു കൊടുക്കും. വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് വരും. പക്ഷേ ഉള്ളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ഈ ഗ്ലൈക്കോളിസിസ് എന്നുള്ള പ്രക്രിയ നടക്കില്ല. കാരണം വെച്ചാൽ ഗ്ലൂക്കോസ് മാത്രമല്ല ഈ ഗ്ലൈക്കോളിസിസ് നടത്താനുള്ള കരുത്തുള്ളൂ. അതിന് പകരം അതിനുള്ളിൽ നടക്കാൻ പോകുന്നത് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്ന, ഗ്ലൈക്കോളിസിസിന് പകരം നടക്കുന്നത് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയയാണ്. ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്ന പ്രത്യേകിച്ചൊന്നുമില്ല, പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്ലൈക്കോസിലേഷൻ. അപ്പോൾ ഈ 2DG എന്നുള്ള മോളിക്യൂൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നടക്കുന്നത് ഗ്ലൈക്കോസിലേഷൻ എന്നുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന മറ്റൊരു പ്രക്രിയയാണ്. ഇത് നടക്കുമ്പോൾ അപ്പോൾ ഈ കോശങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കോശങ്ങളിങ്ങനെ ഗ്ലൈക്കോളിസിനൊക്കെ വെയിറ്റ് ചെയ്ത് കുറേ എനർജിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നടക്കുന്ന എനർജി കിട്ടില്ല. അതിന് പകരം എനർജി എടുക്കുന്ന ഈ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്.
ഗ്ലൈക്കോസിലേഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനർജി കിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ക്യാൻസർ കോശങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ ക്യാൻസർ കോശങ്ങളിലേക്ക് ഇങ്ങനെ ഈ ഗ്ലൂക്കോസിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്ന ഈ ക്യാൻസർ കോശങ്ങൾ 2DGയും അബ്സോർബ് ചെയ്യും. ഇത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 2DGയും ഇതിന് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ ഗ്ലൈക്കോളിസിസ് നടക്കുന്നതിന് പകരം കിട്ടുന്നത് എനർജി പോയിപ്പോകുന്ന ടൈപ്പ് ഒരു പ്രോസസ്സാണ്, ഗ്ലൈക്കോസിലേഷൻ എന്നുള്ള പ്രോസസ്സാണ് ഇത്. അതോടെ ഈ FDG അല്ലെങ്കിൽ 2DG എന്നുള്ള മാതിരിയുള്ള അനലോഗ് ഓഫ് ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് പോകുമ്പോൾ FDG ആണെങ്കിൽ ഇത് റേഡിയോ ആക്റ്റീവായിട്ട് പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഈ ഈ പെറ്റ് സ്കാനിലൊക്കെ പറഞ്ഞ മാതിരി ഇവിടെ പ്രകാശിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പെറ്റ് സ്കാനിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ്, ഈ ഭാഗത്തൊക്കെയാണ് ക്യാൻസർ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗ് ഓഫ് ഗ്ലൂക്കോസാണ് ഈ 2DG എന്ന് പറയുന്ന ഈ മോളിക്യൂൾ. ഇരട്ടിക്കുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി വളരെ വേണ്ട പ്രോസസ്സിൽ എല്ലാ കോശങ്ങൾക്കും ഇഷ്ടമാണ് ഈ ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസിന് പകരം കിട്ടുന്ന 2DG ആണെങ്കിലും അത് മനസ്സിലാക്കാതെ അതിനെ അബ്സോർബ് ചെയ്ത് പക്ഷേ എനർജി കിട്ടില്ല. ഇതാണ് നമ്മുടെ COVID-19 ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻമാസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഉണ്ടല്ലോ. കാരണം COVID-19 സമയത്തും വൈറസുകൾ ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വൈറസുകൾ ആ സമയത്ത് എനർജി എത്രത്തോളം എടുത്തെടുത്ത് സൈറ്റോസോളിൻ്റെ ഉള്ളിൽ വെച്ച് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എനർജി കിട്ടുകയില്ല. അപ്പോൾ ആ സമയത്ത് ഒരു കറണ്ട് പോകുന്ന മാതിരിയുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. കറണ്ട് പോകുമ്പോൾ പ്രത്യേകിച്ചും മൾട്ടിപ്ലിക്കേഷൻ നടക്കില്ല. അപ്പോൾ നടക്കാതിരിക്കുമ്പോൾ ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കുറയാതിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക്, പ്രതിരോധ ശക്തിക്ക് കുറച്ച് മിണ്ടാതിരിക്കാം, കുറച്ച് സമാധാനിക്കാം. അപ്പോൾ ഓക്സിജൻ്റെ വളരെ ഉപയോഗം വരില്ല. അപ്പോൾ ബേസിക്കലി ശരീരത്തിൽ ആകപ്പാടെ ഒരു കറണ്ട് പോകുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും ഈ DRDO പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായത് 2DG അല്ലെങ്കിൽ FDG 2DG പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അവർ ഇതിങ്ങെടുത്ത് റീപർപ്പസ് ചെയ്യാണ് ചെയ്തത്. അതായത് 2DG എന്നുള്ള മോളിക്യൂളിന് അവരെടുത്ത് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ എയിം അങ്ങ് മാറ്റി COVID-19 വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവരതിൻ്റെ ലാബ് ടെസ്റ്റുകൾ ഏപ്രിൽ 2020 നടത്തിയത്. അവർ ഏപ്രിൽ 2020 അതിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്. SARS-CoV-2 ഇൻഫെക്ഷനുള്ള ഗ്ലാസ്സിനുള്ളിൽ കണ്ടില്ലേ, SARS-CoV-2 ഇൻഫെക്ഷൻ ഇവിടെയൊക്കെ ഉണ്ട്. അതിന് പകരം 2DG കൂടെ വരുമ്പോൾ കാണുന്നത് ഇതിൻ്റെ ഇൻഫെക്ഷൻ വളരെ നന്നായി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് തന്നെ ഇവിടെ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സെൽസ് കോശങ്ങളുള്ളപ്പോൾ 2DG കൂടി വരുമ്പോൾ അതിൻ്റെ സെൽസിൻ്റെ മരണ റേറ്റ് വളരെ കുറയുകയും അത് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 2020 ഇവർ, അതായത് കഴിഞ്ഞ കൊല്ലം ഏപ്രിലാണ് ഈ പ്രധാനമായിട്ട് ഇതിൻ്റെ ടെസ്റ്റുകൾ തുടങ്ങിയത്. ഇതൊക്കെ നടത്തിയത് ലാബിലാണ്. അതായത് ഇൻ വിട്രോ ഉണ്ട്, ഇൻ വിവോ ഉണ്ട്. ഇൻ വിട്രോ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ഗ്ലാസ്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ടെസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ഇൻ വിട്രോ ടെസ്റ്റിംഗ് ആണ് ഇതിനെപ്പറ്റി പറയാറ്. ഇൻ വിവോ അതായത് ലിവിങ് ഓർഗാനിസത്തിൽ തന്നെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഇത് കുത്തിവെച്ച് നമ്മളതിൻ്റെ ഇതൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റൊക്കെ കാണുമ്പോഴാണ് ഇൻ വിവോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇൻ വിട്രോ കഴിഞ്ഞ് നല്ല റിസൾട്ടാണെങ്കിൽ നമുക്ക് ഇൻ വിവോയിലേക്ക് തുടങ്ങാം. അത് കഴിഞ്ഞ് അവർ മെയ് 2020 ആകുമ്പോഴത്തേക്കും 110 പേഷ്യൻസിൽ ഡയറക്റ്റ്ലി ഒക്ടോബർ വരെ അവർ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ ഒക്ടോബർ വരെ ചെയ്തപ്പോൾ 110 പേഷ്യൻസിന് ചെയ്തപ്പോൾ വളരെ പോസിറ്റീവായുള്ള റിസൾട്ട്സാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ റിസൾട്ട്സൊക്കെ അവർ DCGI ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ DCGIക്ക് കൊടുക്കുകയും DCGI ഈ ലാബ് ടെസ്റ്റ് അലോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫേസ് 2 ട്രയൽസ് എന്ന് പറയും. ഫേസ് 2 ട്രയൽസാണ് അവർ ഈ 110 പേഷ്യൻസിന് മേലെ ചെയ്തത്. DCGIക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഡിസംബർ 2020 മുതൽ മാർച്ച് 2021 വരെ ഉള്ള ഈ 4 മാസ കാലയളവ് അവിടെ 220 പേഷ്യൻസിന് മേലെ ഉത്തർപ്രദേശിലും ഡൽഹിയിലും കർണാടകയിലും തെലങ്കാനയിലൊക്കെയുള്ള ഡിഫറെൻറ്റ് പേഷ്യൻസിന് മേലെ അവർ ഫേസ് 3 ട്രയലുകൾ നടത്തിയപ്പോൾ അതിനും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് ഈ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്? ബേസിക്കലി അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് 2.5 ദിവസത്തോളം ഹോസ്പിറ്റലൈസേഷൻ കുറക്കാൻ പറ്റുന്നു. ഹോസ്പിറ്റൽ വാസം 2.5 ദിവസത്തോളം അവർക്ക് കുറക്കാൻ കഴിയും.
അതുകൂടാതെ ഓക്സിജനോടുള്ള ആശ്രയത്വം, ഓക്സിജനോടുള്ള ഡിപ്പെൻഡൻസി 42% അവർക്ക് കുറക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും സംഭവിച്ചത്. 10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരാളാണെങ്കിൽ അതിന് പകരം 7.5 ദിവസം കിടന്നാൽ മതി. അല്ലെങ്കിൽ 12 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആളാണെങ്കിൽ അയാൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ അയാൾ ഡിസ്ചാർജ്, അല്ലെങ്കിൽ 9.5 ദിവസത്തിനുള്ളിൽ തന്നെ അയാൾ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ എപ്പോഴും ഓക്സിജൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓക്സിജൻ വേണം എന്ന് പറയുന്ന ആളാണെങ്കിൽ അയാൾ 42% കുറവ് ഓക്സിജൻ ഡിപ്പെൻഡൻസി അവർക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഇവർ കമ്പയർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ വെച്ചിട്ടാണ്. അതായത് സാധാരണ ഒരു രോഗിക്ക് കൊടുക്കുന്ന കെയർ, അതായത് അയാൾക്ക് സാധാരണ എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഓക്സിജൻ കൊടുക്കും, അതുകൂടാതെ റെഗുലറായിട്ട് കൊടുക്കുന്ന കുറേ മരുന്നുകളുണ്ട് COVID-19 ആ സ്റ്റാൻഡേർഡ് ഓഫ് കെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 42% അതിന് ഓക്സിജൻ ഡിപ്പെൻഡൻസി കുറഞ്ഞു എന്നാണ് DRDOയുടെ ഇൻമാസിലെ സയൻറ്റിസ്റ്റ് പറയുന്നത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് ഈ 2DG എന്നുള്ള പറയുന്ന മോളിക്യൂൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് മൈൽഡ് പേഷ്യൻസിലല്ല. സാധാരണ മൈൽഡ് പേഷ്യൻസ് ഉണ്ടാവും, അതുകൂടാതെ മോഡറേറ്റ് പേഷ്യൻസും ഉണ്ടാവും. മോഡറേറ്റ് പേഷ്യൻസിന് 2-3 ടൈപ്പുകളുണ്ട്. മോഡറേറ്റ് പേഷ്യൻസ് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടാത്തവരുണ്ടാവും, ചിലപ്പോൾ മോഡറേറ്റ് പേഷ്യൻസിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടവരുണ്ടാവും. അതുകൂടാതെ സിവിയർ കഠിനമായിട്ടുള്ള പേഷ്യൻസും ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡറേറ്റ് പേഷ്യൻസിൽ മാത്രമേ ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് വീട്ടിൽ വെച്ച് കൊടുക്കേണ്ടതല്ല, ഹോസ്പിറ്റലിൽ വെച്ച് മാത്രം കൊടുക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇതിനു മുമ്പ് തന്നെ അവർ ഡോസേജ് എത്ര ഡോസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ phase 2 സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. phase 2B എന്നാണ് അതിനെപ്പറ്റി പറയുക, ഡോസേജ് ട്രയൽസിനെ പറ്റി പറയാം. ഡോസേജ് ട്രയൽസ് എത്ര ഗ്രാം കൊടുക്കണം, 2.5 ഗ്രാം കൊടുക്കണോ, 5 ഗ്രാം കൊടുക്കണോ? നമ്മളിപ്പോൾ തന്നെ പാരസെറ്റമോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രാമിൽ കൂടുതൽ ഒരാൾക്ക് ഒരു ദിവസം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ എത്ര ഡോസേജ് വേണമെന്ന് പറയുന്ന ട്രയൽസൊക്കെ അവർ അതിന് മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ലാബ് ടെസ്റ്റ് നടത്തിയത് അവർ CCMB എന്ന് പറയുന്ന സെൻറ്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ ചേർന്നിട്ടാണ് അവർ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തിയത്. CCMB വളരെ പ്രശസ്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയാണ് നമ്മുടെ ഈ ജനിതക ഘടനകളൊക്കെ, അതായത് ജനറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ ബയോമോളിക്യൂൾസിൻ്റെയൊക്കെ ഘടന എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഓർഗനൈസേഷനാണ് CCMB. ഇപ്പോൾ തന്നെ നമ്മൾ പറയാറില്ല ഈ വേരിയൻസ് ഒക്കെ ഉണ്ട്, 167 ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേരിയൻസ് ഓഫ് SARS-CoV-2 ആണല്ലോ നമ്മുടെ കോവിഡ് വൈറസിൻ്റെ പേര്, ശാസ്ത്രീയ നാമം. അപ്പോൾ SARS-CoV-2 വിവിധ വേരിയൻസ് ഒക്കെ പറയുമ്പോൾ ഏതൊക്കെയാണ് വേരിയൻസ് എന്നുള്ള അതിൻ്റെ DNA ഘടനയൊക്കെ കണ്ടുപിടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CCMB പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ടാണ് അവർ ലാബ് ടെസ്റ്റ് നടത്തിയെങ്കിൽ പിന്നെ phase 2 കഴിഞ്ഞ് പിന്നെ phase 3 ആകുമ്പോഴേക്കും അവർ UP മഹാരാഷ്ട്രയിലെ ഡിഫറെൻറ്റ് ഹോസ്പിറ്റലിൽ ഡിഫറെൻറ്റ് പേഷ്യൻസിൻ്റെ മേലെ തന്നെ അവർക്ക് നടത്തി. അങ്ങനെയാണ് പറയുന്നത്. ഇതൊരു സാഷേ രൂപത്തിലാണ് വരുന്നത്, കാരണം അനലോഗ് ഓഫ് ഗ്ലൂക്കോസ് ആണല്ലോ, അതുകൊണ്ട് ഇത് സാഷേ രൂപത്തിലാണ് വരുന്നത്. സാഷേ എന്ന് പറയുന്നത് ഒരു പൊടി രൂപത്തിലാണ് വരുന്നത്. ഓറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഓറൽ പൗഡറാണിത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-deoxy D-ഗ്ലൂക്കോസ്, അതായത് 2-deoxy എന്ന ഈ വീണ്ടും ആ ഘടനയിലേക്ക് പോകണം. എന്ത് രസമാണല്ലേ ഈ ഗ്ലൂക്കോസ് ഉണ്ടല്ലേ, ഗ്ലൂക്കോസിൻ്റെ ഓക്സിജൻ അങ്ങ് തട്ടിയാൽ 2-deoxy, രണ്ടാമത്തെ പൊസിഷനിൽ ഓക്സിജൻ ആയതുകൊണ്ട് 2-deoxy D-ഗ്ലൂക്കോസ്. അപ്പോൾ അതിൻ്റെ 2.34 ഗ്രാംസിൻ്റെ സാഷയാണ് അവർ തരുന്നത്. അവർ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിലും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇത് ഡെവലപ്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത് DRDO. അപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് എന്നുള്ള ഒരു മരുന്ന് കമ്പനിയാണ്, ഒരു ഡ്രഗ് കമ്പനിയാണ്. ഇതിൻ്റെ 10,000 ഡോസസാണ് ജൂൺ 2021 ആകുമ്പോഴത്തേക്കും ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓൾറെഡി അത് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് അവർ പറയുന്ന അഡ്ജുവൻറ്റ് തെറാപ്പിയാണെന്നാണ്. അഡ്ജുവൻ്റ് എന്ന് വെച്ചാൽ അനുബന്ധ തെറാപ്പി. അതായത് ഇപ്പോൾ തന്നെ ഈ ക്യാൻസറൊക്കെ നോക്കുകയാണെങ്കിൽ കീമോതെറാപ്പി ചെയ്യും, അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ചെയ്യും. റേഡിയേഷൻ തെറാപ്പി ചെയ്തിട്ട് മരിക്കാത്ത കോശങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കീമോതെറാപ്പി കൂടെ ചെയ്യട്ടെ എന്ന് ചിലപ്പോൾ ചില സർജൻസൊക്കെ പറയാറുണ്ട്, ചില ഫിസിഷ്യൻസൊക്കെ പറയാറുണ്ട്. ആദ്യം ഈ റേഡിയേഷൻ തെറാപ്പി ചെയ്തിട്ട് ചാവാത്ത ക്യാൻസർ കോശങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ചാവാനായിട്ട് അതിനോട് അനുബന്ധമായിട്ട് ഈ കീമോതെറാപ്പി ചെയ്തോട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അതായത് അഡ്ജുവൻ്റായിട്ട് അനുബന്ധമായിട്ട് നടത്തേണ്ടത്. സാധാരണ ഇത് എന്തെങ്കിലും ഓരോരോ ഡ്രഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ആ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ മാറ്റേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ഓഫ് കെയറിൻ്റെ കൂടെ തന്നെ അഡ്ജുവൻ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാണ് DRDO സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇത് പ്രൈമറി തെറാപ്പിയല്ല, ഇതൊരു അഡ്ജുവൻ്റ് തെറാപ്പിയാണ്.
അപ്പോൾ അങ്ങനെയാണ്. ഇത് എന്തായാലും വളരെ പോസിറ്റീവ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്തായാലും 2DG ഒരു പുതിയ ഡ്രഗാണ്. നമുക്കതിന് എല്ലാ ആശംസകളും നേരാം. താങ്ക് യു.